ഇത് ആരവിൻ്റെ ബർത്ത്ഡേ ദിവസത്തെ ബാക്കി വീഡിയോസാണ് കേട്ടോ. സൗണ്ട് നന്നായി പോയിരിക്കുന്നതുകൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയിലല്ലാത്തതുകൊണ്ടാണ് ഈ വീഡിയോ ഇടാൻ ഇത്രയും ലേറ്റായത്. അന്ന് തന്നെയായിരുന്നു ചെർപ്പുളശ്ശേരിയിലെ കാവിലെ പൂരം നടക്കുന്നത്. കാളവേല അന്നായിരുന്നു. അപ്പം നമ്മളെന്തായാലും ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. കിലോമീറ്ററോളം ദൂരം നടന്നിട്ട് വേണമായിരുന്നു അങ്ങോട്ട് പോകാൻ. കാരണം ബൈക്ക് അങ്ങോട്ട് ഫുള്ളായിട്ട് എത്തില്ല. നമ്മൾ ദൂരെ കൊണ്ട് വെച്ചിട്ട് കിലോമീറ്ററോളം നടന്നിട്ടാണ് നമ്മൾ ടെമ്പിളിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് പിന്നെ നമ്മൾ നേരെ കാള വരുന്നതിൻ്റെ അങ്ങോട്ട് കാണാൻ വേണ്ടി പോയി. പക്ഷേ നമ്മൾ ഈ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് പോയത് കൊണ്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് അങ്ങോട്ട് DJ ഒന്നും കാണാൻ പറ്റിയില്ല. കുറേ വലിയ കാളയുടെ DJ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല. അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല. കാരണം 10 മണിയായപ്പോൾ തന്നെ DJs ഒക്കെ എല്ലാവരും നിർത്തിച്ചിട്ടുണ്ടായിരുന്നു. പോലീസുകാർ വന്ന് നിർത്തിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ കുറച്ച് കാളയുടെ DJs മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. എന്തായാലും കണ്ടത്രയും DJ ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ അല്ലു ഇത് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് അല്ലുവിന് നല്ല പേടിയായിരുന്നു. കാളേനെ ആദ്യമായിട്ട് കാണുവാണ്. ആലപ്പുഴ നാട്ടിലെ പൂരവും എറണാകുളത്തെ പൂരമൊക്കെ കണ്ട വളർന്ന അല്ലുവിന് ഇത് ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ കാളേനെ കണ്ടപ്പോൾ അല്ലുവിന് നല്ല പേടിയായിരുന്നു. അല്ലു നിലത്തിറങ്ങിയിട്ടേ ഇല്ല. അത്രയും കൊട്ടും പാട്ടും ബഹളവും DJയും കേട്ടിട്ടും അല്ലു താഴെ ഇറങ്ങാത്തത് ഒരത്ഭുതം തന്നെയായിരുന്നു. കാരണം അത്രയും പേടിച്ചിട്ടാണ് അവൾ എൻ്റെ ഇടയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. പക്ഷേ സത്യം പറയാനുള്ള നല്ല രസമുണ്ടായിരുന്നു. DJ കേട്ടാൽ ആരായാലും തുള്ളിപ്പോവുമല്ലോ. ഞാൻ അത്യാവശ്യം അല്ലുവിനെ ഇടയിൽ വെച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തുള്ളിയിട്ടുണ്ടായിരുന്നു. കുറേ കാളയുണ്ടായിരുന്നു കേട്ടോ. ഏറ്റവും വലിയ കാളയെന്നറിയപ്പെടുന്നത് ബിഗ് ബി എന്ന് പറയുന്ന ഒരു ടീമിൻ്റെ കാളയായിരുന്നു. പക്ഷെ അത് കാണാനുള്ള ഭാഗ്യം നമുക്കുണ്ടായില്ല. കാരണം DJ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് അതിനോടുള്ള ഒരു പവർ അങ്ങോട്ട് പോയി. പിന്നെ നമ്മൾ ഒരുപാട് നേരം അവിടെ നിന്നില്ല. നമ്മൾ വേഗം തന്നെ പോന്നു. ഒരു 11:30 വരെയൊക്കെ നിന്നിട്ട് പിന്നെ നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നു. അപ്പം ചെർപ്പുളശ്ശേരിയിലെ കാളപ്പൂരത്തിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. എൻ്റെ സൗണ്ട് ഇപ്പോഴും കറക്റ്റായിട്ട് വന്നിട്ടില്ല. അതിൻ്റെ ഒരു അപാകതകൾ ഈ വീഡിയോയുടെ വോയിസിലുണ്ടാവും. എല്ലാവരും ക്ഷമിക്കുക. അപ്പം എല്ലാവരും കമൻ്റ് ഇടാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പം നമ്മുടെ ഗീവ് അവേയുടെ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുവാണ്. ഏറ്റവും കൂടുതൽ കമൻറ്റ് വരുന്ന വീഡിയോ എന്നാണ് നമ്മൾ കമൻറ്റ് പിക്കർ വഴി ഗീവ് അവേക്ക് ആളെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും മറക്കണ്ട, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.